നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ മേജർ രവി ഇന്ന് നമ്മളോടൊപ്പം പങ്കുചേരുകയാണ്. നമസ്കാരം സാർ, ജനം ടി വിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംവിധാന രംഗത്തേക്ക് വരികയാണ് ഓപ്പറേഷൻ റാഹത്തിലൂടെ. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത പട്ടാള സിനിമ വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ടോക്കുകളൊക്കെയാണ് വന്നത്. ഇത് ശരിക്കും ഒരു പട്ടാള സിനിമ ആകുമോ? ഇതൊരു പട്ടാള സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങൾക്ക് മേജർ രവി എന്ന് കേൾക്കുമ്പോൾ പട്ടാള സിനിമ എന്ന് പറയാൻ പറ്റും, പക്ഷെ പട്ടാളം ഉണ്ട്. കാരണം ഞാനൊരു രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് പട്ടാളം കാണും, ഗവൺമെൻറ് കാണും, പ്രൈം മിനിസ്റ്റർ കാണും, മന്ത്രിമാർ കാണും, ജനങ്ങൾ കാണും, പ്രതിനിധികൾ കാണും, മീഡിയാസ് കാണും. കാരണം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് ഈ റാഹത്ത് എന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നുള്ള എനിക്കറിയില്ല. 2015 ഈ സൗദി അറേബ്യയും യമനും ആയിട്ടുള്ള അവരൊരു ഗ്രൂപ്പും ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടായിട്ട് യമനിലുണ്ടായിട്ടുള്ള ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ സൗദി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതിനകത്ത് അന്ന് യമനിൽ നമ്മുടെ ചുരുങ്ങിയൊരു 5000 ചിലാണ് ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ നഴ്സുമാരായിട്ടും പല ജോലികളൊക്കെ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെ അവിടുന്ന് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ദൗത്യം ഏറ്റെടുത്ത ഗവൺമെൻറ്റായിരുന്നു മോദി ഗവൺമെൻറ്. 2014 ഇവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. സോ അതുവരെ നിങ്ങൾ ആരും കാണാത്ത രീതിയിലുള്ളൊരു റെസ്ക്യൂ ആയിരുന്നു നമ്മുടെ ഗവൺമെൻറ് അന്ന് ചെയ്തത്. ചങ്കൂറ്റത്തിൽ നമ്മുടെ ഇന്ത്യൻ നേവി ഷിപ്പുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അതിൽ നേവി ഷിപ്പുകളിൽ പോലും അവിടുന്ന് അന്തേവാസികളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സൗദി വളരെയധികം സപ്പോർട്ടീവായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സഹായം ചെയ്തു തന്നാണ്. ബോർഡറിൽ ഇന്ത്യക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് അവർ സൗദിയിലോട്ട് കയറ്റി അവരെ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാരിയർ ഫ്ലൈറ്റ്സ് അതെല്ലാം പോയിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംസാരം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു യെസ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2017 ശേഷം ഞാൻ അഭിനയത്തിലോട്ട് പോയി. ഐ വാസ് എൻജോയിങ് ദാറ്റ് ടൈപ്പ്. പ്ലസ് 2 വർഷം കോവിഡ് വന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒന്ന് ബാക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അറിയുന്നത് എൻ്റെ കിഡ്നിയൊക്കെ പോയിരിക്കുന്നു എന്നുള്ളത്. ഞാനത് കയറി കിടന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു 3 വർഷമായി. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്തും നമ്മളാരുടെയും മുമ്പിൽ തല കുനിക്കാതെ ജീവിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോഴും അപ്പോൾ അതിൻ്റെ കൂടുതൽ വേറെ പ്രൊജക്റ്റ് വന്നു. അങ്ങനെ 2-3 പ്രൊജക്റ്റ് ഒരുമിച്ചിട്ട് വന്നപ്പം എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡയറക്ഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പം 3 പ്രൊജക്റ്റുമായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ബാക്കിയുള്ള 2 ഇപ്പോൾ അടുത്ത ഒരാഴ്ചക്കകത്ത് ഇങ്ങനെ അനൗൺസ് വന്നുകൊണ്ടിരിക്കും. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഓപ്പറേഷൻ റാഹത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ യെസ്, മൈ കൺട്രി ഹാസ് ഡൺ സംതിങ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് ജനം ടി വി, അത് വേറൊരു പ്രശ്നം. അപ്പോൾ ആൾക്കാർ ഒരു സംഗി ചാനലെന്ന് പറയും. മേജർ രവി റാഹത്ത് ചെയ്യുന്നു, അത് മോദി പ്രസിഡൻ്റ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ആ സമയത്തുള്ളൊരു സബ്ജക്റ്റിന് അത് നിങ്ങളറിയാത്ത കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഇത് പാർട്ടിപരമായിട്ടുള്ളതൊന്നുമല്ല. ഞാനെപ്പോഴും പെട്രിയോട്ടിസം എന്നുള്ളൊരു എൻ്റെ ഒരു യാർഡ് സ്റ്റിക്ക് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. അതിൽ കൂടെ എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഞാൻ എത്രയോ കുട്ടികളെ ഞാൻ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് രാജ്യസേവനത്തിനായിട്ട് അവർ വരുന്നുണ്ട്, പട്ടാളത്തിൽ ചേരുന്നുണ്ട്. പലരും എന്നെ പറയുന്നുണ്ട് സാറിൻ്റെ പടം കണ്ടിട്ട് ഇൻസ്പയറായിട്ട് എൻ്റെ കാരിയർ പോലും ഞാൻ റീറൂട്ട് ചെയ്ത് ഞാൻ പട്ടാളത്തിൽ ഓഫീസറായിട്ടുണ്ടെന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഐ എം ഡൂയിങ് സംതിങ് ഗുഡ് എന്നുള്ളത് എനിക്കൊരു തോന്നലുണ്ട്. ഞാനിവിടെ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് 10 കിലോ കഞ്ചാവ് വിറ്റ് കഴിഞ്ഞ് എത്ര കിട്ടുന്നുള്ള അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ ഏത് മേഖലയിൽ നോക്കിയാലും കാണാം. ഹോട്ടലിൻ്റെ മുതലാളിമാരായിരിക്കും അല്ലെങ്കിൽ മറ്റേതായിരിക്കും, ഇതൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. ഞാനതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ റാഹത്ത് definitely will be a patriotic film where you can be proud of your country if you are a patriotic person. If you are always saying that ഇല്ല എൻ്റെ രാജ്യത്തെ എങ്ങനെ തുലയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ
ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഈ 150 crores എന്ന് പറഞ്ഞേക്കും, 140 മാറി. അപ്പോൾ ആ 140-ൽ നിന്ന് ഒരു 10% മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും പെട്രിയോട്ടിസം ഉണ്ട്. അപ്പോൾ അതിന് ജാതി മതമൊന്നുമല്ല, അതില്ലാതെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഞാൻ പെട്രിയോട്ട് എല്ലാവരും കണ്ടു. അപ്പോൾ അവർക്കൊക്കെ ശരി 7 കൊല്ലത്തിന് ശേഷം വരുന്ന സമയത്ത് അതേ സ്പിരിറ്റിൽ തന്നെ വരാം, ആ കീർത്തിചക്ര സ്പിരിറ്റിൽ തന്നെ കാണുന്ന സമയത്ത് യു ഷുഡ് ഫീൽ ദാറ്റ് യെസ് ഐ എം എ പ്രൗഡ് ഇന്ത്യൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വന്തം. അത് ശരത് സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. രവി എപ്പോൾ വേണമെന്ന് പണിയില്ലാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പർ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹീറോയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ക്യാരക്ടറും കാസ്റ്റിംഗ് എല്ലാം ഞങ്ങളൊന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഒന്ന് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് എന്നാലും ചെറിയ എന്തെങ്കിലും പറയില്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടായിരിക്കും, 10-75 ക്യാരക്ടറോളം വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറിനെ ചോദിക്കുന്ന കാണുമ്പോൾ എല്ലാം ഞാൻ ഉത്തരം അതെ, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ചോദിക്കുകയാണ്. അതെ, ഇപ്പോൾ ഒരുപാട് രക്ഷാദൗത്യങ്ങൾ ഇപ്പം നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യ അതിന് സാക്ഷിയായിട്ടുണ്ട്. ഓപ്പറേഷൻ ഗംഗ, അങ്ങനെ ഒരുപാട് അതിൽ നിന്നും ഓപ്പറേഷൻ റാഹത്ത് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യം, because that is one of the first big operations which we have done going into other country. മറ്റു നമ്മളിരുന്നിട്ട് ഡിപ്ലോമാറ്റിക്കൽ ടോക്ക് നടത്തിയിട്ടാണ് ആൾക്കാരെ കൊണ്ടുവരലൊക്കെ. രാത്ത് കഴിഞ്ഞിട്ടാണ് യുക്രൈൻ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പലയിടത്തും നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ രാഹത്ത് വാസ് വൺ ഓഫ് ദോസ് ഇനീഷ്യൽ ലോട്ട്സ്. അതാണ് ഒരു മേജർ ഓപ്പറേഷൻ. നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ ആൾക്കാരെ അവിടെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. മറ്റൊരു ഫ്ലൈറ്റ് അയക്കും, എന്നിട്ട് അവിടുന്ന് കയറ്റി വിട്ടു, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഇതങ്ങനെയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഖത്തറിൽ 8 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പിന്നീട് അതവർ ജീവപര്യന്തമാക്കി മാറ്റി. അവസാനം ഇത് പഴയ ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കി ഖത്തർ 7 പേരെയും തിരിച്ചയച്ചു. ഒരാളുടെ ഉള്ളൂ, അതും തിരിച്ചയക്കും. സോ ഇവിടേക്കാണ് മറ്റത് വെറും ഇന്ത്യ പാകിസ്ഥാൻ കാണിക്കുന്ന സമയത്ത് പെട്രിയോട്ടിസം, പാകിസ്ഥാനീസിനെ കൊന്നു അല്ലെങ്കിൽ അത് ചെയ്തു. ഇന്ന് പാകിസ്ഥാൻ ഒരു ശത്രുവല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പാകിസ്ഥാനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് പാവങ്ങളെ, അതാകെ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിനെ നിങ്ങളൊരു ശത്രുവായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീക്കായി. അപ്പം അങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനെക്കുറിച്ച് ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഒരു ലവ് ആംഗിൾ, ആ ഒരു ആംഗിൾ പിക്കറ്റ് 43 ഒക്കെ ചെയ്ത പോലുള്ള അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് വരുന്ന സമയത്ത് അത് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇന്ന് അവരെ അങ്ങ് വിട്ടേക്ക്. നമ്മൾ വേറെ രാജ്യങ്ങളിൽ പോയിട്ടാണ് നമ്മുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അത് അഭിമാനിക്കാവുന്നൊരു സംഭവമല്ലേ. അപ്പം അതുകൊണ്ട് അതുണ്ടായിട്ടുണ്ട്. ഖത്തർ ഇതെല്ലാറ്റും തുടക്കം അവിടെയായിരുന്നു. അതിനകത്ത് വേറൊരു കഥയും കൂടെ ഉണ്ട്. അപ്പോൾ ആ കഥ ആയിരിക്കും എൻ്റെ ഒരു സെൻട്രൽ ലൈൻ എന്ന് പറയും. ഒരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സംഭവം അവിടെ നടക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രാത്ത് ഇങ്ങനെ പോകുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. കാരണം മറ്റതെല്ലാവർക്കും കഴിഞ്ഞ പലതിലും പറയും മേജർ ഇവിടെ പടത്തിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്നല്ല. 7 കൊല്ലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയായിരിക്കാം എൻ്റെ ചില പടങ്ങൾ ഓടാത്തതിൻ്റെ കാരണങ്ങൾ അതുകൊണ്ടായിരിക്കാം. 2 പടം ഓടിയില്ല എന്നുള്ളതന്നെ ഞാൻ പറയാം. പക്ഷേ ഇന്നേ വരെ എനിക്ക് ചങ്കൂറ്റത്തിൽ ഇവിടെ നിന്ന് പറയാം, എൻ്റെ പ്രൊഡ്യൂസറിന് 5 പൈസ നഷ്ടം വന്നിട്ടില്ല. പടം ഫ്ലോപ്പായിരിക്കും, പക്ഷെ ഞാൻ ഓൺ ദ ടേബിൾ റിലീസിന് മുമ്പ് തന്നെ എല്ലാം ബ്രേക്ക് ഈവൻ ആക്കും. ഞാൻ അങ്ങനെയുള്ള ബഡ്ജറ്റിലാണ് ആ പടം ചെയ്യുന്നത്. അല്ല ഞാനങ്ങ് തുടങ്ങിയിട്ട് പിന്നെ അതിന് ബഡ്ജറ്റ് കയറ്റിയിട്ട് പോകുന്നില്ല. സോ ദാറ്റ് ഈസ് എ റീസൺ വൈ ഐ ടുക്ക് ഓപ്പറേഷൻ റാഹത്ത്. അതൊരു വിഷ്വൽ ട്രീറ്റും എല്ലാം കൂടെ ആ ഡിസർട്ടിനകത്തുള്ള ഒരു എസ്കേപ്പ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന സമയത്തുണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ്. മറ്റേ ഞാൻ എപ്പോഴും ഈ കാശ്മീർ മൗണ്ടൻസിലും ഇതിലൊക്കെ ചെയ്യുന്നു. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പ്ലസ് കഥാപരിസരം കുറച്ച് വ്യത്യസ്തമാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സ്, ചീറ്റ് ചെയ്യപ്പെടുന്ന ജനങ്ങൾ, ഇവിടുന്ന് നമ്മുടെ മലയാളീസ് എത്രയോ ആളുകൾ ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഒരു ക്യാരക്ടേഴ്സായിട്ട് അതിനകത്ത് വരും. അവർ ജീവിക്കാൻ വേണ്ടി, അവർ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്, മറ്റുള്ള പലരെയും വിശ്വസിച്ചുകൊണ്ട്. അതിനകത്ത് അവിടെ ചീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എത്രയോ കരച്ചിലുകൾ നിങ്ങൾ കേൾക്കാത്തതുണ്ട്, നിങ്ങൾ അറിയുന്ന പോലുമില്ല. ചിലത് മാത്രം അറിയാം. ഒന്നുകിൽ
യൂസഫ് ബായി പോയിട്ട് അത് റെസ്ക്യൂവിന് അവിടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് മൂപ്പർ രക്ഷിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ വേറെ എത്ര എണ്ണം പേര് ആരും അറിയാത്ത കേസുകൾ അവിടെ കിടപ്പുണ്ടെന്നുള്ള അറിയാമോ? അതുപോലെ ഇതിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ സിനിമ ഫ്രം ഫ്രം സൗത്ത്, സൗത്ത് ആ ടാഗ്ലൈൻ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, സംസാരിച്ചു നമ്മൾ അതിനെക്കുറിച്ച്. അപ്പോൾ അത് ഏത് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടണമെന്നാണ്? അല്ല, അതാണ് ഇതിനകത്ത് കുറേ ക്രിറ്റിസിസം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് അത് റൈറ്റർ കൃഷ്ണകുമാർ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ഇട്ടോ, നീ ഇട്ടടാന്ന്. കാരണം ഇന്ത്യൻ സിനിമ ഫ്രം സൗത്ത് എന്ന് പറയുമ്പോൾ യെസ്, ഞങ്ങൾ പിന്നെയും വരികയാണ് ഒരു പെട്രിയോട്ടിക് ഫിലിമുമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു. ബട്ട് ദാറ്റ് ഈസ് ഐ ആം എ പ്രൗഡ് സൗത്ത് ഇന്ത്യൻ. എനിക്ക് എൻ്റേതായിട്ടുള്ള കൾച്ചറുണ്ട്. വി ആർ ഇന്ത്യൻസ്. അതിൽ സൗത്തും നോർത്തും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ സൗത്തിൻ്റേതായിട്ടുള്ള കൾച്ചറിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. ഇന്ത്യയിൽ മുഴുവൻ പോയിട്ട് പൂന്ത് വിളയാടാന്ന് പറയില്ലേ, ശരിക്കും കളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ. ഒരു ഗട്ട്സുള്ളൊരു പട്ടാളക്കാരനായിട്ട് നോർത്തിലൊക്കെ ഞാൻ ഇന്നും പറഞ്ഞു, എനിക്ക് കാശ്മീർ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. അത്രയും കംഫർട്ടബിളാണ് എനിക്ക് കാശ്മീരിൽ. ഇവിടെ എല്ലാവർക്കും പേടിയാണ് കാശ്മീർ എന്ന് പറയുമ്പോൾ. അത് ഞാനല്ലേ ആദ്യം കീർച്ചക്കരായിട്ട് അവിടെ പോയത് 16 വർഷത്തിന് ശേഷം. അപ്പം അതുകൊണ്ട് മേജർ രവിക്ക് ഇത് പറയുമ്പോൾ നിങ്ങളാർക്കും തെറ്റിദ്ധരിക്കേണ്ട. യെസ്, ഐ ആം എ സൗത്ത് ഇന്ത്യൻ. ഐ ആം എ സൗത്ത് ഇന്ത്യൻ ഫിലിം മേക്കർ. കാരണം ഇതുവരെ ഞാൻ ഹിന്ദി പടം ചെയ്തിട്ടില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഈഗോ അവരുടെ ഈഗോ ആയിട്ട് സെറ്റാവില്ല എന്ന് പറയും. എൻ്റെ ഡിസിപ്ലിൻ, നിങ്ങൾ എൻ്റെ പടത്തിനകത്ത് 7 മണിക്ക് വരെ ഞാൻ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരണം. അത് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ പടം ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ സൗത്തിലത്തെ ആളുകൾ ആയിട്ട് ഞാൻ പടം ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിക്കറ്റ് ഫോർട്ടിലാണ്, 22 ദിവസം കൊണ്ട്. അതാര്? പൃഥ്വിരാജ്. ആൾക്കാർ പറയല്ലോ പൃഥ്വിരാജ് സമയത്തിന് വരുന്നില്ല അതെന്നൊക്കെ. നോ, ഞാൻ രാജുവിനെ, കാരണം രാജു ഒരു മിലിറ്ററി മാനാണ്. ഈസ് എ മിലിറ്ററി സ്കൂൾ, സൈനിക് സ്കൂൾ പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ എന്താ പറ്റി ഈ 22 ദിവസം 35 ദിവസം സ്റ്റാർട്ട് ചെയ്ത പടം ഞാൻ 22 ദിവസത്തിൽ പടം തീർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ എം എ പ്രൗഡ് സൗത്ത് ഇന്ത്യൻ. ഇന്ത്യനാണ് സൗത്ത്, ഫ്രം സൗത്ത്, ആൻഡ് ഇന്ത്യൻ ഫ്രം സൗത്ത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാഗ് ലൈനിൻ്റെ പേരിൽ വരെ ചെറിയ ചെറിയ സംസാരങ്ങൾ വേണമെങ്കിൽ നെഗറ്റീവ് കമൻസ് എന്ന് നമുക്ക് പറയാം, ആ രീതിയിൽ വന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സൈബർ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ആ രീതിയിൽ വന്നാൽ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നിങ്ങൾ ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയാണ് ഈ ആക്രമിക്കുന്നത്? പേടിയുള്ളവരെ. അപ്പം എന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടെങ്കിൽ എനിക്ക് ആ ആക്രമണം പേടിയാണ്. എനിക്ക് മരിക്കാനേ പേടിയില്ല. ഈ മരണത്തിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത്, അതാണ് ഞാൻ മോളോട് ഞാൻ ഇപ്പോൾ എന്താ പറയുന്നത്, താഴത്തുള്ള കമൻറ്റിൽ നോക്കരുത്. അവിടെ ഇരുന്ന് കുറച്ചോട്ടെ അവർ. വാട്ട് യു വോണ്ട് ടു സേ യു സെഡ് ഇറ്റ്. പിന്നെ ലൈവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അപ്പം തന്നെ മറുപടിയും കൊടുക്കും. പലരും പറയും സാറേ എനിക്കൊരു ഹായ് പോലും തന്നില്ല എന്ന് പറയും. കാരണം നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ ഡീവിയേറ്റ് ആവും ഈ ഹായ് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അവരുടെ മക്കളെ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്, ഇത് കേക്ക്, അതിന് ശേഷം സമയങ്ങളിൽ ഹായ് ഒക്കെ പറയാമെന്ന്. SGയുടെ മുകളിലുള്ള അറ്റാക്കുകളിൽ പലതും SG തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളും ഭാര്യയെല്ലാം വിഷമിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഗൂഗിളിനെ വിളിക്കാറുണ്ട്. വിളിക്കില്ല, ഞാൻ മെസ്സേജ് അയക്കും. ജസ്റ്റ് കീപ്പ് അവേ ഫ്രം ദിസ്, ഐ വിൽ ഹാൻഡിൽ ഇറ്റ് എന്ന്. കാരണം നീ ഇതൊന്നും കാണണ്ട. മകനെന്ന രീതിയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റവന്മാർ കൊള്ളൻ്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവന്മാരെ പിന്നെയും തുടങ്ങും. അതുകൊണ്ട് മോനെ നീ റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുക, ഞാനുണ്ട് ഇവിടെ ഇപ്പുറത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ തന്നെയല്ലേ ഈ സുഹൃത്തുക്കളെന്നൊക്കെ പറയുന്നത്. അപ്പം സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്രമണമായിട്ട് കാണുന്നില്ല എന്നതൊക്കെ. ഇത് ഫേസ് ഇല്ലാത്ത കുറേയിടത്തും ഫേസ് ഇല്ലാത്തവന്മാരാണ്. എല്ലാം ഫേക്ക് ID വെച്ചുകൊണ്ട് ജനങ്ങളെ തെറി വിളിക്കാൻ. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി വിളിക്കുന്നില്ലേ, മോദിജിനെ തെറി വിളിക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ് ഉണ്ടോ ഈ തെറി വിളിക്കുന്നവർക്ക്? ഇല്ല. ചങ്കൂറ്റത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ലൈവിൽ കയറിയിട്ട് ഞാനാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞ് അത് സഖാവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ വിളിച്ച് പറയുന്നുണ്ട് തെറ്റാണെന്നുള്ളത്. അപ്പുറത്തെന്തെങ്കിലും തെറ്റാണ് ചിലത് പറയും. എനിക്ക് ഫേസ് ഉണ്ട്. ഈ ഫേസ് ഇല്ലാത്തവരാണ്. നിങ്ങൾ ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കും. ഈ ആക്രമണം അല്ലെങ്കിൽ വൃത്തികെട്ട ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യുന്നവരെ, ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ 25, 30 അല്ലെങ്കിൽ 100, 200 ആയിരിക്കും. ഫേക്ക് ID ആയിരിക്കും. അത് ലോക്കും ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഇവന് തെറിയേക്കാനുള്ള ധൈര്യമില്ല.
അപ്പം അതിന് നിങ്ങൾ ആക്രമണമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യരുത്. ഇവർ പേഴ്സണാലിറ്റി ഇല്ലാത്തവന്മാരാണ്. സോ ഫർഗെറ്റ് അബൌട്ട് ദം. യു ബി ബോൾഡ് ഇനഫ് ടു ഫേസ് ഇറ്റ്. ഇല്ലേ, വായിക്കരുത്. എൻ്റെ അഡ്മിനുണ്ട്, അത് നിങ്ങളുടെ മീഡിയയിലുള്ള ഒരു കുട്ടിയാണ്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ്. ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് പറയും, അവളിതിങ്ങനെ. ഞാൻ നീ എന്തിനത് വായിക്കാൻ പോകുന്നു ചോദിക്കും. ഞാനെന്തെങ്കിലും ചെയ്തിട്ട് അതിന് അന്നൊക്കെ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും ആരെങ്ങനെ വിളിക്കാറില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം കാണും, അതിൻ്റെ പേര് നോക്കിയാൽ അറിയാം ആരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾ ആരും അതുപോലെ തന്നെ ചെയ്യരുത്. അത് പിന്നെ ഈ ആരോ പറഞ്ഞല്ലോ, 10 നെഗറ്റീവ് കമൻറ്റ് എനിക്ക് വരുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഹിറ്റ് കിട്ടുന്നത്, എനിക്ക് വരുമാനം വരുന്നതെന്ന് പറയുന്ന ഒരുത്തനെ ഞാൻ കണ്ടായിരുന്നു ഒന്നാണ്. സോ അങ്ങനെയും സമ്പാദിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു ദാറ്റ്. പക്ഷെ എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. നമ്മളത് നോക്കാമായിരുന്നു പോലും കൂടെ. നമ്മുടെ കാലത്ത് പേപ്പർ പോലെ കൊണ്ടുവന്ന് വീട്ടിന് മുമ്പിൽ ഇടുന്നില്ലല്ലോ വായിക്കാമെന്നും പറഞ്ഞിട്ട്. നിങ്ങൾ വേണമെങ്കിൽ തുറന്നാൽ മതി. നിങ്ങളെന്തിനാണ് അതിൻ്റെ മുകളിൽ സമയം കളയുന്നത്? ബി പോസിറ്റീവ്, ട്രൈ ടു ബി പോസിറ്റീവ്. അതുകൊണ്ട് പണ്ടൊക്കെ ഞാൻ കാലത്ത് വാട്സപ്പൊക്കെ തുറക്കുമായിരുന്നു. ഇപ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ വരുന്ന സംഭവങ്ങൾ ഞാൻ തുറക്കില്ല. കാരണം അതിനകത്ത് കുറേ നെഗറ്റീവ് ഉണ്ടാകും. ആ ജാതി, ഈ ജാതി, ആ മതം, ഈ മതം. ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ കാലത്തുള്ള മൂടങ്ങ് പോകും. ബെസ്റ്റ് എന്താണ്, പേഴ്സണലായിട്ട് നമ്മൾ അറിയാവുന്നവരുടെ മാത്രം തുറന്നിട്ട് എന്താണ് വല്ലതും ഉണ്ടോ, ബാക്കിയുള്ള ഒന്നും ഞാൻ തുറക്കില്ല. എന്നിട്ട് അത് ലാസ്റ്റ് വല്ലപ്പോഴും വേണമെങ്കിൽ നോക്കും, ഇല്ലെങ്കിൽ ഇല്ല. സോ ആസ് ലോങ് ആസ് യു ഡോണ്ട് ഗോ ലുക്കിംഗ് ഫോർ ദ നെഗറ്റിവിറ്റി, യു വിൽ റിമെയിൻ പോസിറ്റീവ്. അത് മനസ്സിനും ശാന്തത തരും, നിങ്ങളുടെ മുഖത്തും അത് കാണാതെ. അല്ലെങ്കിൽ നെറ്റിയും ചൊളിച്ച് എപ്പോഴും യവനെ കണ്ടാലും ഇങ്ങനെയായിരിക്കും, നല്ല കാര്യമുണ്ട്. നമ്മൾ കാണുന്ന നമുക്ക് തന്നെ പ്രശ്നമാണ്. അതിന് ചിലപ്പോൾ കാലത്തൊക്കെ ചില വോയിസുകൾ സങ്കടമാണ്, എന്താ മറ്റതായി മറിച്ചതായത് സഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഡോണ്ട് ഗോ ആഫ്റ്റർ നെഗറ്റീവ് ആൻഡ് സീയിങ് ദിസ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി ചെല്ലണ്ട. നമ്മൾ പറയാതെ പറഞ്ഞു വിട്ടേക്കുന്നു. ആൻഡ് ഡോണ്ട് അറ്റാക്ക് പീപ്പിൾ ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഗട്ട്സ്. ഇല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കും. ഇതിലിരുന്ന് ടൈപ്പ് ചെയ്താൽ അത് ആർക്കും സാധിക്കും. യു ആർ നോട്ട് എ ഹീറോ, യു ആർ എ സീറോ. ഇതുപോലെ നെഗറ്റീവായിട്ട് ആളുകളെ തെറിവിളിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഹീറോസ്. അവൻ്റെ മാനസികാവസ്ഥയാണത്. ഹീ കനോട്ട് വിൻ എനിവെയർ ഇൻ ദ വേൾഡ്, സോ ഹി വാണ്ട്സ് ടു വിൻ ഹിംസെൽഫ്. ഞാൻ അയാളെ തെറി വിളിച്ചു, ഞാൻ ടൈപ്പ് വിട്ടു. ഈസ് എ കവേർഡ്. ഇതാണ് സൈബർ ആക്രമണം. ആക്രമിക്കട്ടെ. അവരെ അതിന് പൈസ കൊടുത്തിട്ട് ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഇരുത്തിയിട്ടുണ്ട്. മറ്റേ പല പൊടിപ്പും തൊങ്ങലൊക്കെ ഉള്ള പേരുകളൊക്കെ ആയിരിക്കും. എന്നിട്ട് അവരിരുന്നിട്ട് മറ്റേ പാർട്ടിക്കാരെ ക്രൈം ചെയ്യുക. ഇത് പൊളിറ്റിക്കലി ഉണ്ടല്ലോ. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ഈ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരികയും മത്സരിക്കുകയും പരാജയപ്പെടുകയും തോറ്റു എന്താ പറയുക ജയിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിൽ നിന്ന് MP ആയവരുണ്ട്, MLA ആയവരുണ്ട്, അങ്ങനെ പല സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ടവരുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയെ മാത്രം, പ്രത്യേകിച്ചും അദ്ദേഹം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്തു പറയുന്നു, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എന്ത് വീഴുന്നു എന്നുള്ളതും അതിനെല്ലാം ഇഴകീറി പരിശോധിക്കാനും ഇന്നിവിടെ ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി ഇത്രമാത്രം വേട്ടയാടപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്രമാത്രം ഫോളോ ചെയ്യുന്നത് ആൾക്കാർ? സുരേഷ് ഗോപി എന്ന വ്യക്തിനെ അല്ലാതെ സുരേഷ് ഗോപി എന്ന BJP-കാരനാണ് ഈ അറ്റാക്ക്. കാരണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വർഗീയത ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റു പാർട്ടിക്കാരാണ്. ഓക്കെ, ഇവിടെ ഒരു വർഗീയതയില്ല. ഇവിടെ ഹിന്ദു മുസ്ലിമും അല്ലെങ്കിൽ ക്രിസ്ത്യാനിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പറഞ്ഞ് പെരുപ്പിച്ചിരിക്കുകയാണ്. BJP ഭരിച്ചാൽ നിങ്ങളൊക്കെ വെട്ടിക്കൊല്ലും കേട്ടോ, തല്ലിക്കൊല്ലും കേട്ടോ, മറ്റാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പം ഇതിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നതും ഫെനറ്റിക്കൽ തോട്ട്സ് ഉള്ള ആളുകളും ഇത് ഒരു 0.1% കാണും. അതിൽ ചെറുപ്പക്കാർ, സ്ത്രീകളും ചിലർ കാണും. ഇതങ്ങ് തലയിൽ കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് അവർ ചിലപ്പം പേടിക്കും. അയ്യോ BJP വന്നാൽ നമ്മളെയൊക്കെ തല്ലിക്കളയും, നമ്മളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും, അത് അയക്കും. അപ്പോൾ അവിടെ എന്താണ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എന്ന വ്യക്തിയല്ല, സുരേഷ് ഗോപി എന്ന BJP-കാരനെയാണ് ഇവർ ഈ അറ്റാക്ക് ചെയ്യുന്നത്. അതാരാണ്? ജനങ്ങളല്ല. ജനങ്ങൾക്ക് സുരേഷ് ഗോപിയെ വേണം. കാരണം സുരേഷ് ഗോപി എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സുരേഷ് ഗോപി ജാതി ചോദിച്ചിട്ടുള്ള സഹായം കൊടുക്കുന്നത്. ഞങ്ങളൊന്നും ഇതൊന്നും നോക്കിയിട്ടല്ല കൊടുക്കുന്നത് ആർക്കും.
അപ്പോൾ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. അറ്റാക്ക് എന്ത്, അതാണ് ചോദ്യം. സുരേഷ് ഗോപി എന്ന വ്യക്തി ജനങ്ങളുടെ മുന്നിൽ അങ്ങോട്ട് ഇരിക്കാൻ മനസ്സിനകത്തോട്ടം കയറി ഇരിക്കുന്നു എന്ന് കാണുന്ന സമയത്ത് ഈ വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടിക്കാർക്ക് ഒരടിയായിരിക്കും. എപ്പോഴും പറയുന്നു താമര വിരിയില്ല. നിങ്ങൾക്കെന്താ പ്രശ്നം? ഊരിനുദിച്ചാൽ താമര വിരിയും. അത് ഏത് ചളി കിടന്നാലും ശരി, താമര വിരിഞ്ഞിരിക്കും വേണമെങ്കിൽ. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വരുന്നവരെ ആണ് ഇവർ ഡീമോറലൈസ് ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യം നടക്കും. പിന്നുള്ള 5 വർഷം ഈ വ്യക്തി കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ കരുവന്നൂരത്ത് ബാങ്കിൽ സാധാരണക്കാരൻ്റെ പൈസ എടുത്തിട്ട് ഇവിടുത്തെ നിന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വ്യക്തികൾ അമ്മാനമാടിയിട്ട് അവൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ടുപോയിട്ട് കൊടുത്ത സമയത്ത് ഒരു ദയും ദാക്ഷിണ്യമില്ലാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൈസ പോയി എന്നും പറഞ്ഞ് ചോദിച്ച ആ സമയത്ത് ഒരു മാർച്ച് നടത്തി 18 കിലോമീറ്റർ നടക്കാം. അന്ന് ഞാൻ സുരേഷിനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സുരേഷ് എക്സസൈസും ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ്. 18 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ഇതുണ്ട്, ഫുള്ളായിട്ട് നടക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയറുന്നത്. ചെയ്തില്ല. മൂപ്പരില്ല ചേട്ടാ ഞാൻ നടക്കുന്നത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഹീ ഈസ് നോട്ട് ഏബിൾ ടു, ബട്ട് ദെൻ ഹീ ഡിഡ് ഇറ്റ് ഫോർ യു, ഫോർ ദ പബ്ലിക്. അതൊക്കെയാണ് പിന്നീട് ജനങ്ങൾ മനസ്സിലാകത്തോടെ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുന്നത് യു ഗോട്ട് ടു സെറ്റ് ആൻ എക്സാമ്പിൾ റാദർ ദാൻ സിറ്റിംഗ് അറ്റ് ഹോം എന്നിട്ട് ഓർഡർ ചെയ്യുന്നത്. അത് ലീഡർ അല്ല, അത് യു ഗോട്ട് ടു ബി ഓൾവേസ് ഇൻ ഫ്രണ്ട്. അല്ല, നമ്മൾ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ കേരളത്തിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളൊരു സംസാരം കൂടി ഉണ്ടായിരുന്നല്ലോ. അതെന്താണ് തോന്നുന്നത്? എവിടെ പോയത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അതിവിടെ ഉണ്ട് കേരളത്തിൽ. നിങ്ങൾ എത്ര അല്ല 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 എന്ന് ടി വി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞാലും ശരി, അത് അതെയാണ്, അതവിടെ ഉണ്ട്. അതിനെ നിങ്ങൾ വിശകലനം, അത് അവരുടെ പാർട്ടിക്കാരടക്കം ചിലപ്പോൾ അവർ ട്രൈ ചെയ്യുന്നവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ നേതാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് അവരുടെ മുഖത്ത് കാണുന്നുമുണ്ട്. ഞാനൊരു മണ്ടനാവില്ലേ എന്നുള്ളത് ഈ പറയുന്ന സമയത്ത്. ഇപ്പം ജയരാജേട്ടൻ മൂപ്പർ പറഞ്ഞ കേട്ടില്ലായിരുന്നു, എന്താ LDF ജയിച്ചില്ല? അത് UDF ഞങ്ങളെയൊക്കെ കൂടുതൽ വോട്ട് കിട്ടി. കാരണം മൂപ്പർക്ക് എന്ത് പറയണം എന്നുള്ളത് പിടികിട്ടില്ല. എൻ്റെ നല്ല സുഹൃത്തൊക്കെ തന്നെയാണ്. എനിക്ക് ചിലപ്പോൾ തോന്നി എന്താണ് മൂപ്പർ ഈ പറഞ്ഞു വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവർക്കും അറിയാം ഇത് കൈവിട്ടു പോയിരിക്കുന്നു. പിന്നെ നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും എത്ര ഗുണ്ടായുസം കാണിച്ചാലും ഇന്ന് അതൊന്നും നടക്കില്ല. ഇന്ന് ജനങ്ങൾ എഡ്യൂക്കേറ്റഡാണ്. ദേ നോ ദാറ്റ് ഐ വിൽ ഗിവ് യു ദ ആൻസർ ഇൻ ദ ബാലറ്റ് ബോക്സ് എന്നുള്ളത്. ആ മറയ്ക്കുള്ളിൽ വരുന്ന സമയത്ത് ഇത് എൻ്റെ ലോകമാണ്, ഞാൻ കുത്തുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്ന് ജനങ്ങളത് പഠിച്ചു. അതാണ് ഇത്രയും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുന്നത്. റാഹത്ത് മുതൽ രാഷ്ട്രീയം വരെ പങ്കുവെച്ചു. റാഹത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.